വഖഫ് ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുകയാണ്. കിരൺ റിജിജുവാണ് ബിൽ അവതരിപ്പിച്ചത്. ബിൽ അടിച്ചേൽപ്പിക്കാനാണ് കേന്ദ്ര ശ്രമമെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി. സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ് കേന്ദ്രത്തിന്റേതെന്ന് കെ രാധാകൃഷ്ണൻ എം പി പറഞ്ഞു. ബില്ല് ഭരണഘടനാ ലംഘനവും മൗലികാവകാശങ്ങളുടെ ലംഘനമെന്നും കെ രാധാകൃഷ്ണൻ എം പി കൂട്ടിച്ചേർത്തു. പാവപ്പെട്ടവർക്കോ കുട്ടികൾക്കോ വനിതകൾക്കോ വേണ്ടിയല്ല ഈ ബില്ല് കൊണ്ടുവന്നതെന്ന് ഈ ബില്ല് കൊണ്ടുവന്ന സർക്കാരിന് തന്നെ നല്ലപോലെ അറിയാം. നമ്മുടെ രാജ്യത്ത് മഹാഭൂരിപക്ഷത്തെയും ബാധിക്കുന്ന വിഷയങ്ങൾ അത് ശരിയായ രീതിയിൽ പരിഹരിക്കുന്നതിന് പകരം തെറ്റായ സമീപനത്തിലൂടെ നമ്മുടെ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഓരോ ഘട്ടത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം ജനവിഭാഗം നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രുക്കളാണ് എന്ന് മഹാഭൂരിപക്ഷം വരുന്ന ജനതയെക്കൊണ്ട് ചിന്തിപ്പിക്കണം. അങ്ങനെ വിഭജനം ഉണ്ടാക്കുക എന്നുള്ള ഒരു തന്ത്രം ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. വഖഫ് ബില്ലിനെതിരെ കേരള നിയമസഭ പാസാക്കിയ പ്രമേയത്തിന്റെ സ്ഥാനം അറബിക്കടലിൽ എന്ന പരിഹാസവും ആക്ഷേപവും സുരേഷ് ഗോപി പാർലമെന്റിൽ ഉന്നയിക്കുകയും ചെയ്തു. സിബി ജോസഫ് വിവരങ്ങളുമായി ചേരുകയാണ്. സിബി, ചർച്ച ഇപ്പോഴും തുടരുന്നു. ന്യൂനപക്ഷ വിരുദ്ധമല്ല ബില്ല് എന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിക്കുമ്പോഴും മുനമ്പം വിഷയം അടക്കമുയർത്തി ഒരു വിഭാഗത്തിന്റെ ഇടയിൽ തെറ്റായ സമീപനം ഉണ്ടാക്കാനുള്ള ശ്രമം കൂടി കേന്ദ്ര സർക്കാർ അതിവിദഗ്ധമായി ഈ ബില്ല് അവതരണത്തിനോടൊപ്പം തന്നെ നടത്തുന്നതും ഇന്ന് പാർലമെന്റിൽ കണ്ടു. ഇപ്പോൾ ചർച്ച എങ്ങനെ പുരോഗമിക്കുന്നു? വിശദാംശങ്ങൾ. അസിത, തീർച്ചയായും ഇന്നിപ്പോൾ ഈ ചർച്ച ഒരു 8 മണിക്കൂറിലധികമായി പുരോഗമിക്കുകയാണ്. ഇനിയും ഈ സഭാ നടപടി നീളുമെന്ന് തന്നെയാണ് കേന്ദ്രമന്ത്രിയായ കിരൺ റിജിജു അറിയിച്ചത്. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഈ ഒരു ബിൽ ലോക്സഭയുടെ മേശപ്പുറത്ത് കിരൺ റിജിജു വെച്ചത്. പിന്നീട് ഈ ബില്ലുമേൽ ചർച്ചകൾ പുരോഗമിക്കുകയായിരുന്നു. എന്തായാലും ഈ ബില്ല് വയ്ക്കുമ്പോൾ തന്നെ ഭരണപ്രതിപക്ഷ വാക്പോരുണ്ടായി. പ്രത്യേകിച്ച് ഈ ഒരു ബില്ല് നിയമവിരുദ്ധമായി കൊണ്ടുവന്നതാണ്. ഒരു ഭേദഗതി വരുത്തിയ ബില്ല് അല്ല ഭേദഗതി വരുത്തിയ ബില്ല് നിയമാനുസൃതമല്ല, അല്ലെങ്കിൽ ചട്ടപ്രകാരമല്ല കൊണ്ടുവന്നെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷം ഉൾപ്പെടെ എല്ലാ നിലയും വലിയ പ്രതിഷേധം നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഇത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള ബില്ല് ആണെന്നുള്ള ഒരു അവകാശവാദവുമായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമെല്ലാ നിലയും ലോക്സഭയിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചത്. ഇത് മുസ്ലിം വിഭാഗത്തിൻ്റെ ഉന്നമനം ലക്ഷ്യമിട്ടുണ്ടും അവരുടെ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ അവകാശമാണ് ഉന്നയിക്കുന്നത്. അതേസമയം തന്നെ വഖഫിൻ്റെ സ്വത്തുക്കൾ നിയന്ത്രിക്കുക എന്ന് മാത്രമാണ് ലക്ഷ്യമെന്നും കിരൺ റിജിജു പറയുകയും ചെയ്യുന്നു. പക്ഷേ അതേസമയം തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും ഇത് ന്യൂനപക്ഷ ആക്രമണമാണ്, മാത്രമല്ല ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ മാത്രം സ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള അല്ലെങ്കിൽ അതിൽ നിയന്ത്രണം നടത്തുന്ന ഒരു രീതിയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷമടക്കം ഉന്നയിക്കുകയും ചെയ്തു. ഇതിൽ പങ്കെടുത്തുകൊണ്ട് കെ രാധാകൃഷ്ണൻ എം പി ഇടതുപക്ഷ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇത് സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ ഒരു വഖഫ് നിയമ ഭേദഗതി ബില്ല്. അങ്ങനെ സ്ത്രീകളെയും കുട്ടികളെയും അല്ലെങ്കിൽ എല്ലാവരെയും സംരക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ ആദ്യം ന്യൂനപക്ഷ സ്കോളർഷിപ്പ് അടക്കമെല്ലാം തന്നെയും കൊണ്ടുവരേണ്ടതാണ് ആദ്യം ചെയ്യേണ്ടത്. പക്ഷേ അതിന് പകരം സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ഉദ്ദേശത്തോടുകൂടി ഈ ബില്ല് കൊണ്ടുവരികയും ഒരു പ്രത്യേക മതസമുദായത്തെ മാത്രം കടന്നാക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ധ്രുവീകരണം തന്നെയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും കെ രാധാകൃഷ്ണൻ എം പി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ 1987 കേരളത്തിൽ നടന്ന ചില ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നടന്ന ചില സംഭവങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. അന്ന് ദേവസ്വം ബോർഡിൽ ഒരു ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ എന്ന് സംശയിക്കുന്ന രീതിയിൽ പേര് വന്നപ്പോൾ പോലും വലിയ കലാപങ്ങൾ ഉണ്ടായി എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയപ്പോൾ സുരേഷ് ഗോപി അതിൽ ക്ഷുഭിതനായി എഴുന്നേറ്റ് നിന്നുകൊണ്ട് തൻ്റെ പേര് ഇതിൽ പരാമർശിച്ചു. മാത്രമല്ല ഇതിൽ കേരള നിയമസഭ പാസാക്കിയ ഈ ഒരു പ്രമേയം അത് നാളെ രാജ്യസഭയിൽ ഈ ബില്ല് പാസ്സാക്കുമ്പോൾ അത് അറബിക്കടലിൽ പതിക്കുമെന്നുള്ള നിലയും അദ്ദേഹം ക്ഷുഭിതനായി സംസാരിക്കുന്ന കാഴ്ചയും കണ്ടു. എന്തായാലും ഈ ബില്ലിന്മേൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ ടി മുഹമ്മദ് ബഷീർ അടക്കമുള്ള ആളുകൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ന്യൂനപക്ഷ സ്നേഹം എന്ന് പറയുന്നത് 2025 ഏറ്റവും വലിയ തമാശയാണെന്ന് അദ്ദേഹവും പ്രതികരിച്ചു. അങ്ങനെ എല്ലാ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഈ ബില്ലിനെ ശക്തമായി എതിർക്കുകയാണ്. അതേസമയം തന്നെ ഈ ബില്ല് പാസ്സാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നു. ഇന്നിപ്പോൾ ഒരു 10 മണിയോടെ ഏകദേശം ഈ ചർച്ച അവസാനിക്കുമെന്നാണ് കരുതുന്നത്. അതിനുശേഷം ഈ ബില്ലിന്മേൽ വോട്ടിംഗ് നടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും 293 അംഗങ്ങൾ ഈ ലോക്സഭയിൽ ഭരണപക്ഷത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബില്ല് പാസ്സാക്കിയെടുക്കുക എന്നുള്ളത് ഏറെ പ്രയാസകരമായ ഒന്നല്ല. എങ്കിൽ പോലും ഈ ബില്ലിന്മേൽ അതിശക്തമായ പ്രതിഷേധവും വിയോജിപ്പുമാണ് പ്രതിപക്ഷം രേഖപ്പെടുത്തുന്നത്. അതേസമയം തന്നെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഈ ബില്ല്
അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ പോലും ലോക്സഭയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. മാത്രമല്ല അദ്ദേഹവും ഈ മുസ്ലിം വിഭാഗത്തിന് വേണ്ടി ഒരു വാക്ക് പോലും ഇതുവരെയും സഭയിൽ സംസാരിച്ചിട്ടുമില്ല. അദ്ദേഹം ഒരുപക്ഷെ സംസാരിക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അസിത. ശരി, CB ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. വഖഫ് നിയമ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ച പാർലമെന്റിൽ പുരോഗമിക്കുകയാണ്. 10 മണി വരെ ചർച്ച നീളും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം.